കിട്ടിയല്ലേ പിള്ളേരെ ഓരോ കാര്യങ്ങളെ. ശകലം മാങ്ങ ചോദിച്ചാൽ തരുമോളിയാ? തന്നില്ലെങ്കിൽ നാളെ കയറാ. നീ ഒന്ന് ചോദിച്ചു നോക്ക്. അളിയും ചോദിക്കും. പോടാ, ഞാനങ്ങും ഇല്ല. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കുറച്ച് മാങ്ങ ചെറുതായിട്ട് അരിയും, അതിൻ്റെ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, പിന്നെ മുളകും ഉപ്പും ഇട്ട് കുഴയ്ക്കും. കുറച്ച് ഉള്ളിയും കൂടെ എന്നാൽ പൊളിക്കും. അതിനേക്കാൾ കിട്ടില്ല ഒരു സാധനമുണ്ട്. അതെന്തുവാ? മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് 1-2 മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി ഉരിച്ച് അതിൻ്റെ തൊലി എല്ലാം കൂടെ വെള്ളം ഇട്ട് നല്ല ഞരടി പിഴിഞ്ഞ് ഈ മാങ്ങയ്ക്കകത്ത് ഒഴിച്ച് വേവിക്കണം. 2 മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ, ജീരകം, ഉള്ളി, കരിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ നല്ല അരയ്ക്കണം. അരച്ച് നമ്മൾ ഇതിനകത്തെടുത്ത് ഒഴിച്ച് ചെറുതായിട്ട് ചൂടാക്കി ഇറക്കി വാങ്ങി വെച്ചതിന് ശേഷം ഉലുവ, കടുക് എല്ലാം കൂടെ ഇട്ട് താളിച്ച് ഇതിനകത്തെടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തൈരും കലക്കി ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ അങ്ങ് വാങ്ങി വെച്ചാൽ പുളിശ്ശേരി തയ്യാറാവും. അല്ല ഇതിപ്പോൾ നമ്മുടെ നാട്ടുമാങ്ങയിലാണ് വയ്ക്കാനുള്ളത്. നാട്ടുമാങ്ങ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാ മാങ്ങയാകുമ്പോൾ അതിനകത്ത് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ കഷ്ണം മാത്രം വേവിച്ച് ഇതുപോലെ വയ്ക്കുക. അത്യാവശ്യത്തിന് ഇതുപോലെയൊക്കെ വയ്ക്കുന്നത്. പഴങ്ങളിൽ വെറുതെ രാജാവായതല്ല മാങ്ങ. സജീവ് മാറിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.